അപ്പൊ HP സിസ്റ്റം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ HP സിസ്റ്റത്തിൽ ഒരു എഗ്രിമെന്റ് നടക്കും രണ്ടാളുകൾ തമ്മിൽ. അവരൊക്കെ തമ്മിലാ ഹയർ വെൻഡറും ഹയർ പർച്ചേസറും. ഹു ഈസ് ഹയർ വെൻഡർ? ഹയർ വെൻഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? ദ പേഴ്സൺ ഹു സെല്ലിംഗ് ദി ഗുഡ്സ്, അല്ലെ? പേഴ്സൺ ഹു സെല്ലിംഗ് ദി ഗുഡ്സ് അണ്ടർ ദ സിസ്റ്റം ഓഫ് ഹയർ പർച്ചേസ്, അല്ലെ? ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ ഗുഡ്സ് വിൽക്കുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കുക? ഹയർ വെൻഡർ എന്ന് വിളിക്കുന്നത്. Then higher purchaser എന്ന് പറഞ്ഞാൽ ആരാണ്? The person who buy the goods, അല്ലെ? ഗുഡ്സ് വാങ്ങുന്ന ആള് ഏത് സിസ്റ്റത്തില്? HP സിസ്റ്റത്തിൽ ഗുഡ്സ് വാങ്ങുന്ന ആളെ നമുക്ക് എന്ത് വിളിക്കാം? ഹയർ പർച്ചേസർ എന്ന് വിളിക്കാം. ഇതാരാണ്? ഹയർ വെൻഡർ ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇയാളെ കയ്യിൽ നിന്ന് ഒരു ഗുഡ്സ് വാങ്ങിക്കണം, അല്ലെ? ഇയാളെ കയ്യിൽ നിന്ന് ഒരു ഗുഡ്സ് വാങ്ങിക്കണം. ഇതിന്റെ കോസ്റ്റ് വരുന്നത് ഇയാൾ പറഞ്ഞിരിക്കുന്നത് 1 lakh rupees ആണ് ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. എത്ര രൂപയാണ്? 1 lakh. എങ്ങനെയാണെങ്കിൽ റെഡി ക്യാഷ് ആണെങ്കിൽ എത്രയാണ്? 1 lakh rupees ആണ്. ഇതിനെയാണ് നമ്മൾ HP സിസ്റ്റത്തിൽ എന്ത് വിളിക്കുന്നത്? ഈ എമൗണ്ടിനെയാണ് എന്ത് വിളിക്കുന്നത്? ക്യാഷ് പ്രൈസ് എന്ന് വിളിക്കുന്നത്. ഇതാണ് ക്യാഷ് പ്രൈസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ഹയർ പർച്ചേസർ പറഞ്ഞു എനിക്ക് എന്തല്ല റെഡി ക്യാഷ് പോസിബിൾ അല്ല, ഞാൻ എന്ത് ചെയ്യാം? ഇൻസ്റ്റാൾമെന്റിൽ, ഓക്കെ, ഇൻസ്റ്റാൾമെന്റിൽ വാങ്ങിക്കാം എന്ന് പറഞ്ഞു. സോ അറ്റ് ദാറ്റ് ടൈം ഈ offered this particular product for 1,25,000. ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണേ. ഇവിടെ ഇയാള് 1 ലക്ഷത്തിന് കൊടുക്കുന്നത് എന്ത് ചെയ്തു? 1,25,000. നിങ്ങൾ പേയ്മെന്റ് വിത്തിൻ 3 ഇയറിൽ എന്ത് ചെയ്താൽ മതി? സെറ്റിൽ ചെയ്താൽ മതി. വിത്തിൻ 3 ഇയറിൽ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ്, അല്ലെ? ഓക്കെ, അപ്പം ഈ 1,25,000 എന്ന് പറയുന്ന പ്രൈസിനെ നമ്മൾ എന്ത് വിളിക്കും? HP പ്രൈസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? HP പ്രൈസ്. ക്ലിയർ? അപ്പം ഈ 1,25,000 ആയി എന്ന് പറഞ്ഞാൽ there is an addition of 25,000 rupees, അല്ലെ? ഒരു 25,000 കൂടിയിട്ടുണ്ട്. എന്താണ് ഈ 25,000 എന്ന് പറയുന്നത്? ഇതാണ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ HP ചാർജ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ HP ചാർജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ. അപ്പൊ ഇയാൾ പറഞ്ഞു ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം, സ്പോട്ടിൽ ഇപ്പൊ തന്നെ ഞാൻ എന്ത് ചെയ്യാം? ഒരു 25,000 ഞാൻ അഡ്വാൻസ് ചെയ്യാം. 25,000 ഞാൻ അഡ്വാൻസ് ചെയ്യാം. ഈ 25,000 എന്ത് വിളിക്കുന്നത്? ഡൗൺ പേയ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഡൗൺ പേയ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഡൗൺ പേയ്മെന്റ്. ഓക്കെ, അപ്പം ഇത് ഈ ഡൗൺ പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നല്ലോണം ശ്രദ്ധിച്ചോളൂ. ഡൗൺ പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ഈ വെൻഡർ എന്ത് ചെയ്യും? ഈ ഗുഡ്സ് ഇയാൾക്ക് ട്രാൻസ്ഫർ ചെയ്യും, അല്ലെ? ഗുഡ്സ് ഇയാൾക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്താണ് ട്രാൻസ്ഫർ ചെയ്യുക? 2 കാര്യങ്ങൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഒന്ന് പൊസഷൻഷിപ്പ് ആണ്, മറ്റൊന്ന് ഓണർഷിപ്പ് ആണ്. ഈ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും ട്രാൻസ്ഫർ ചെയ്യോ? ഇല്ല. എന്തേ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ? യെസ്, ഓണർഷിപ്പ് എന്ത് ചെയ്യില്ല? ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്യില്ല. എപ്പോ ചെയ്യും? ഫോർ എക്സാമ്പിൾ 3 ഇയർ പറഞ്ഞു, അല്ലെ? ഇയർ 1, ഇയർ 2, ഇയർ 3. അപ്പൊ ഇയർ 1ന്റെ ഇൻസ്റ്റാൾമെന്റ് കൊടുത്തു, ഇയർ 2ന്റെ ഇൻസ്റ്റാൾമെന്റ് കൊടുത്തു, ഇയർ 3ന്റെ ഇൻസ്റ്റാൾമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ എന്ത് ട്രാൻസ്ഫർ ചെയ്യും? ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് HP സിസ്റ്റം. ക്ലിയർ ആണോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ക്ലിയർ ആണോ?